നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ആയാത്താണ്, വലിയ ദൃഷ്ടാന്തമാണ്. നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ കിട്ടിയത് വലിയ ദൃഷ്ടാന്തമാണ്. എന്തിനാണ്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലൂടെ സമാധാനം കണ്ടെത്താനാണ്. തന്റെ പ്രശ്നങ്ങൾ, തന്റെ ശാരീരിക മാനസിക വൈഷമ്യങ്ങൾ അത് പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു ഇണ എന്നത് അവരിലൂടെ സമാധാനം കണ്ടെത്താനാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, എന്നിട്ട് റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് വികാരങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്ന് മവദ്ദത്താണ്, സ്നേഹമാണ്, അനുരാഗമാണ്. തന്റെ ഒരു ഇണയോട്, ഒരു പെണ്ണിനോട്, ഒരു ആണിനുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഒരു പെണ്ണിനോട് ആണിന് വരുന്നതും അടക്കമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ മവദ്ദത്ത് പടച്ച റബ്ബ് ഇട്ടു തന്നതാണ് നമുക്ക്. വറഹ്മതൻ, കാരുണ്യം ഇട്ടു തന്നു. പ്രായമേറെയായി കഴിഞ്ഞാലും ചുക്കിച്ചൊളിഞ്ഞ ശരീരം വന്നാലും ഇവളെ എനിക്ക് വേണ്ട എന്ന് പറയാതിരിക്കാൻ മാത്രം കാരുണ്യം പടച്ച റബ്ബ് നിങ്ങളുടെ മനസ്സിലിട്ട് തന്നിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ വിവേകമുള്ളവരാകണം, ചിന്തിക്കുന്നവരാകണം, മനസ്സിലാക്കുന്നവരാകണം. ചിന്തിക്കാൻ ആരെയും നമ്മൾ ഏൽപ്പിക്കരുത്. നമ്മൾ തന്നെ സ്വയം അള്ളാഹുവിന്റെ ദീനെ, ആയാത്തുകൾ, പ്രമാണങ്ങൾ, വിശുദ്ധമായ വചനങ്ങളെ പഠിച്ചു മനസ്സിലാക്കി ചിന്തിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവതികളോട്, യുവാക്കളോട്, ഈ സദസ്സിലുള്ള കല്യാണം കഴിഞ്ഞവരോടും ഇനി കഴിക്കാൻ നിൽക്കുന്നവരോടും അടക്കമുള്ള പ്രവാചകന്റെ ഉപദേശം, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവതികളെ എന്ന് വിളിച്ചിട്ടാ പറഞ്ഞത്. നിങ്ങൾ കഴിയുമെന്നവരൊക്കെ, സാധ്യമാകുന്നവരൊക്കെ, കഴിയാവുന്ന പ്രാപ്തി എത്തിയവരൊക്കെ വേഗത്തിൽ വിവാഹം കഴിക്കണം. രക്ഷിതാക്കളെ, മക്കളെ വേഗം കല്യാണം കഴിപ്പിക്കണം. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും അവർക്ക് പറ്റാവുന്ന പക്വതയായി എത്തുന്ന ആ സന്ദർഭത്തിൽ ഒരു കാരണവശാലും അത് വൈകിപ്പിക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. എന്നാൽ അവരെ വേഗത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്തിനാ കല്യാണം? അത് മനസ്സിലാക്കണം. പലർക്കും അറിയില്ല. എന്തിനാ വിവാഹം? ഫൈന്നഹാ അഗല്ലു ലിൽ ബസ്വരി, കണ്ണുകളെ നിയന്ത്രിക്കാനാണ്. വിവാഹം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണുകൾ എങ്ങനെയായിരുന്നോ അങ്ങനെയാകരുത്. ഒരു കൃത്യമായ പരിശുദ്ധി സൂക്ഷിക്കുന്ന, നിയന്ത്രിക്കുന്ന കണ്ണുകളായി മാറാൻ തന്നെയാണ് വിവാഹം. വഹ്സനുലിൽ ഫർജ്, ലൈംഗിക വിശുദ്ധി സൂക്ഷിക്കാനാണ് വിവാഹം. വിവാഹത്തിലൂടെ അവന്റെ ശരീരത്തിന്റെ കാമാസക്തിയെ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും തെറ്റായ ലൈംഗിക ചിന്തകളിൽ നിന്ന്, വ്യഭിചാരത്തിന്റെ സ്വർഗരതിയുടെ എല്ലാ തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികളിൽ നിന്ന് ഒരു മനുഷ്യനെ മാറ്റാനാണ് വിവാഹം. മറിച്ച് വിവാഹം കഴിക്കാതെ തെറ്റായ രീതികളിലൂടെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ആലോചിക്കുക, എത്ര വലിയ അപരാധമാണ് സമൂഹം അവനോട് ചെയ്യുന്നത് എന്ന്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന പുതിയ ആൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാകണം. നമ്മുടെ പെൺകുട്ടിയെ വേറെ ഒരു വീട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് നല്ല ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ശരിയായ തെരഞ്ഞെടുക്കുമ്പോൾ തുടങ്ങണം. കല്യാണത്തിന്റെ തീരുമാനത്തിൽ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ പെട്ടുപോയി, ഞാൻ കുടുങ്ങിപ്പോയി, ഇനി നന്നാകൂല എന്നുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ മതബോധമുള്ള ഇണകളെ കണ്ടെത്താൻ പറഞ്ഞു. നിസ്കാരം ഉണ്ടാവണം, നമസ്കാരം ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം, ഇബാദത്തുകൾ ഉണ്ടാവണം, അച്ചടക്കം ഉണ്ടാവണം, നല്ല വേഷവിധാനം സൂക്ഷിക്കുന്നവളാകണം. ദീനുള്ളവരെ കണ്ടെത്താൻ പറഞ്ഞു. ഇഷ്ടപ്പെടാത്ത കല്യാണങ്ങൾ നടക്കരുത്. അക്ഫാകളെ, കുഫുവത്ത ആളുകളെ നിങ്ങൾ വിവാഹം കഴിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ഒത്ത ആളുകളെ അന്വേഷിച്ച് വരുമ്പോൾ നിങ്ങൾ അത് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന്. മാത്രമല്ല, നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണവും വെള്ളിയും കൂമ്പാരമായി കൂട്ടിയുണ്ടാക്കിയിട്ട് സകാത്ത് കൊടുക്കണില്ല, സ്വതക്ക കൊടുക്കണില്ല. ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ചു വെക്കുന്ന ആളുകളെ പറ്റി ഖുർആനിൽ ആയത്ത് പറഞ്ഞു. അവരൊക്കെ നരകാണ് ശേഖരിച്ചു വെക്കുന്നത്. ഉടൻ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, അയ്യുൽ മാലി തത്തഖിദു, ഞങ്ങൾ എന്താ പിന്നെ സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ എന്താ ശേഖരിച്ചു വെക്കേണ്ടത്? ഫഖാല, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലയത്തഖിദു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സ്വീകരിക്കണം, ശേഖരിക്കണം, ഖൽബൻ ഷാകിറ, ഖൽബൻ ഷാകിറ, നല്ല നന്ദിയുള്ള ഒരു കൽബുള്ള ആളായി മാറണം. നന്ദി കാണിക്കണം. പടച്ചോൻ തന്ന നിഅമത്തിന് ശുക്ർ കാണിക്കുന്ന ഒരു കൽബുള്ള അവരായി നിങ്ങൾ മാറണം. വലിസാനൻ ദാകിറ, അല്ലാഹുവിനെ സ്മരിക്കുന്ന നാവുള്ളവനായി മാറണം, ദിക്റുള്ളവനായി മാറണം. 1400 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു തന്ന ദിക്റുകളൊക്കെ നമുക്ക് പഠിക്കാനും ചൊല്ലാനും പ്രാവർത്തികമാക്കാനുമുള്ളതാണ്. പുതുതായ ദിക്റുകൾ നമുക്ക് വേണ്ട. ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ എത്രയോ കിടക്കുകയാണ്. നല്ല ദിക്റുകളുള്ള നാവുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയണം. അടുത്തത് വസൗജതൻ, നല്ല മുഅ്മിനത്തായ ഒരു ഇണയെ നീ ജീവിതത്തിൽ ശേഖരിച്ചോ. നല്ല മുഅ്മിനത്തായ ഈമാനുള്ള ഒരു ഇണയെ കണ്ടെത്തിക്കോ. എന്താ അവളുടെ ഗുണം? തുഈനു അഹദുക്കും അലാ അംറിൽ ആഖിറ, നാളെ നിന്റെ പരലോകത്ത് സ്വർഗത്തിലേക്ക് കൈപ്പിടിക്കുന്ന ഒരു പെണ്ണിനെ നീ ഇണയായി സ്വീകരിച്ചോ. മുഞ്ചു നോക്കി, അവളുടെ ആഡംബരം നോക്കി, കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളുടെ വലിയ വലുപ്പം നോക്കി, വീടും സ്ഥലവും തറവാടൊക്കെ നോക്കിയിട്ട് നീ ഒരാളെ തീരുമാനിച്ചാൽ ചിലപ്പോൾ നിനക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും വരിക. ആ കുട്ടിയുടെ, പെണ്ണിന്റെ, ആണിന്റെ ദീനീ ബോധത്തെ എന്റെ പരലോകത്ത് കൈപ്പിടിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാനാണ്
ഹദീസ് പഠിപ്പിച്ചത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാൻ കിട്ടിയാൽ രണ്ടാമത് അവന് ലഭിക്കുന്ന ഏറ്റവും ഇസ്തിഫാദത്തുള്ള പ്രയോജനമുള്ള കാര്യം ഞാൻ പറയട്ടെ. മിൻ ഇംറഅത്തിൻ, ഒരു പെണ്ണിനെ കിട്ടലാണ്. ഹുസ്നത്തുൽ ഖുലുഖി, സൽസ്വഭാവിയായ ഒരു പെണ്ണ്. തന്റെ ഭർത്താവിന്റെ വിഷമങ്ങൾ കണ്ടറിയുന്നവരാണ്. അയാളുടെ ജോലി, അയാളുടെ സാമ്പത്തികാവസ്ഥ, അയാളുടെ ബാപ്പയുടെ ഉമ്മയുടെ കുടുംബങ്ങളെ ഒക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സൽസ്വഭാവിയായ പെണ്ണ്. വൽവദൂദൽ വലൂദ്, നന്നായി സ്നേഹിക്കുന്ന, നല്ല മക്കളെ കൊടുക്കുന്ന, നന്നായി പ്രസവിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടലാണ് ഈമാൻ കഴിഞ്ഞാലുള്ള ഏറ്റവും സൗഭാഗ്യമെന്ന് ഉമർ ഖത്താബ് തങ്ങൾ പഠിപ്പിക്കുക. ഇന്നും ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ പണ്ഡിതനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അദ്ദേഹത്തിന്റെ ദീനിയായ ധാരാളം അറബിയിലുള്ള ക്ലാസുകളുണ്ട്. ഒരിക്കൽ അദ്ദേഹം രേഖപ്പെടുത്തിയ കിതാബിൽ കാണാം, ഇദാ തസവ്വജ റജുലു ഫി ഇംറഅത്തിൻ സ്വാലിഹത്തിൻ, നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, നല്ല സ്വാലിഹത്താണ്, നമസ്കാരമുള്ള, ദീനീബോധമുള്ള, അച്ചടക്കമുള്ള ഒരു പെണ്ണിനെ. ഫഇന്നഹു യഈഷു ഹയാതൻ മുൻസജിമ ഹത്താ ലൗ കാന ഫഖീറാ. എൻ്റെ ഇണ ഒരു ഫക്കീറായ മനുഷ്യനാണെങ്കിലും പെണ്ണൊരു സാലിഹത്തായ പെണ്ണാണെങ്കിൽ നല്ല യോജിപ്പുള്ള, അടിപിടിയില്ലാത്ത, ശണ്ട കൂടാത്ത, വഴക്കില്ലാത്ത ജീവിതം നിനക്ക് കാണാം. നിന്റെ ഇണ ഈമാനുള്ള സാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ. അല്ലെങ്കിലോ കോടികൾ കൊണ്ടുപോയി വീട്ടിൽ എറിഞ്ഞു കൊടുത്താലും ഒരു നന്ദി വാക്ക് പോലും പറയാത്തവളായി മാറും. ഹദീസുകളിൽ പറഞ്ഞ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ലോക പ്രശസ്ത ഫഖീഹ് പണ്ഡിതനായ, അദ്ദേഹത്തിന്റെ ധാരാളം കിതാബുകൾ പഠിച്ചവരാണ് നമ്മളെങ്കിൽ ആ കിതാബുകളിൽ അദ്ദേഹം രേഖപ്പെടുത്തുക, എനിക്ക് ചില കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരന്മാരുടെ പ്രത്യേകത തസവ്വജ്, അവർ വിവാഹം കഴിച്ചു, ഞങ്ങൾ വിവാഹം കഴിച്ചു, ലഅസൂന ദീനി, എന്തിനാ കല്യാണം കഴിച്ചെന്നറിയോ? ഈ തെറ്റായ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നല്ല ഒരു ജീവിതം നയിക്കണം, നല്ല ദീനിയായി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുമ്പോഴാണ് കല്യാണത്തെ പറ്റി ആലോചിക്കുക. അങ്ങനെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവൾക്ക് ദീനില്ലാതെ പോയാൽ, പെൺകുട്ടിക്ക്, ഇണക്ക്, ഭർത്താവിനാവട്ടെ ഭാര്യക്കാവട്ടെ, ദീനില്ലാതെ പോയാൽ ഫദഹബ ദീനി, എന്റെ ദീനും പോയി. ഇവള് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടെ പിന്നെ നമ്മളെത്തുണ്ടായിരുന്ന ഈമാൻ വരെ പോകാൻ തുടങ്ങും. നമ്മുടെ നമസ്കാരത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒരു ഈമാന്റെ അടയാളം ഉണ്ടാക്കാൻ അവൾ സമ്മതിക്കൂല. വദീന ഉമ്മി, അവള് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതോടുകൂടി എന്റെ ഉമ്മാന്റെ ദീനും പോയി. കൂടെ ജീവിക്കുന്ന ആള് ഉമ്മയാണ്, ഉമ്മാന്റെ ദീനും അദ്ദേഹം അവർ തടഞ്ഞു വെക്കും. വദീന ജീറാനി, എന്റെ അയൽവാസികളുടെ ദീനും കളഞ്ഞു കുളിച്ചു, എല്ലാം കുട്ടിച്ചൊറക്കി നശിപ്പിച്ച് കയ്യിൽ കൊടുക്കും. ഇവിടെയാണ് നമ്മളോട് വിവാഹം കഴിയുന്ന ഇണകളെപ്പോലും നമ്മൾ ശ്രദ്ധിക്കണം, ഈമാനുള്ളവരാകണം. ലാ തുൻകിഹു അൽ മുശ്രികാതി ഹത്താ തുഅ്മിന്ന, ഒരു സ്ത്രീ അവൾ മുശ്രിക്കത്താണ്, ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഈമാനാകുന്നത് വരെ കല്യാണം കഴിക്കരുത്. ഒരു പുരുഷനാവട്ടെ, വലാ തുൻകിഹുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റൂല, ഹത്താ തുഅ്മിനു, അവർ വിശ്വാസികളാകുന്നത് വരെ. അപ്പൊ ഈമാനിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടക്കേണ്ടത് എന്നർത്ഥം. പരസ്പരമുള്ള ബാധ്യതകൾ ഒരിക്കലും ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ ആരും മറക്കരുത്. ഷുഐബ് ഈ രംഗത്ത് ഇസ്ലാമികമായ ക്ലാസ്സുകളിലൊക്കെ വന്നിരുന്ന് ദീന് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മുടെ വധുവാണെങ്കിൽ ജുമാനയാവട്ടെ, മദ്രസയിലെ കുട്ടികൾക്ക് ദീനീയ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അന്തരീക്ഷത്തിൽ നല്ല ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥയിലാണ് അൽഹംദുലില്ലാഹ് നിലവിലുള്ളത് എങ്കിൽ നമുക്ക് ഇനിയും പരസ്പരമുള്ള ബാധ്യതകൾ, ഒരു ഭാര്യയാണോ ഭർത്താവിനോടുള്ള 100% ബാധ്യത നിർവഹിച്ചെങ്കിലേ എനിക്ക് സ്വർഗം കിട്ടൂ എന്ന് തുറച്ച വിശ്വാസം ഉണ്ടാവണം. ഒരു ഭർത്താവ്, ഞാൻ എൻ്റെ ഭാര്യയോട് കടമ കാണിച്ചെങ്കിലേ ഞാൻ നന്നാവുകയുള്ളൂ, ഞാൻ നല്ലവനാകൂ, അവർക്ക് ചെലവിന് കൊടുക്കണം, അവരുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ പരിഗണിക്കണം, വ്യക്തമായ ശരിയായ നല്ല അവകാശബോധത്തോടു കൂടി രണ്ടുപേരും ജീവിക്കണം. ബാപ്പയോടും ഉമ്മയോടുള്ള കടമകളും ബാധ്യതകളും വിസ്മരിച്ചു പോകരുത്. കുടുംബത്തിലെ ഓരോരുത്തരോടുമുള്ള ആ അന്തരീക്ഷത്തെ നിലനിർത്താൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ താമസിക്കുന്ന വീട് ഇസ്ലാമികമാകണം. വലിയ വലിയ ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്, നല്ല സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീടിനകത്ത് താമസിക്കുന്ന ആളുകളുടെ മനസ്സുകൾ നന്നാവാതെ വലിയ വീടുകൾ കൊണ്ട് കാര്യമില്ല. ഇസ്ലാമികമായ വീടുകളാവണം. അവിടെ ഖുർആൻ പാരായണം ഉണ്ടാകണം, ഖുർആൻ പഠനം ഉണ്ടാകണം, അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകണം, സ്വലാത്തുകൾ ഉണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം. ഇസ്ലാം പഠിപ്പിച്ച നന്മകളുടെ വിളനിലങ്ങളായി ആ വീടുകൾ മാറേണ്ടതുണ്ട്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികളായ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ അള്ളാഹുവോട് സങ്കടങ്ങൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചവരായിരുന്നു. ബദരീങ്ങൾ അവരുടെ റബ്ബിനോട് ബദർ യുദ്ധരംഗത്ത് പ്രാർത്ഥിച്ചു, റബ്ബേ സഹായിക്കണമെന്ന്. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു. ഔലിയാക്കന്മാർ അസ്ഹാബുൽ കഹ്ഫ് വലിയ പ്രയാസത്തിൽ അകപ്പെട്ടു. ഔലിയാക്കന്മാർ അവരുടെ ജീവിത പ്രതിസന്ധിയിൽ അല്ലാഹുവേ രക്ഷിക്കണേ, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് എന്ന് പ്രാർത്ഥിച്ചു. അവർ നമ്മുടെ കുടുംബത്തിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ നാശത്തിന്റെ വേരായിരിക്കും ആ വീടുകളിൽ ഉണ്ടാവേണ്ടത്. ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ തൊട്ടടുത്തൊരു 10 കിലോമീറ്ററിനപ്പുറത്ത് ഒരു വീട്ടിൽ മരണം നടന്നു. 3 മാസം കഴിഞ്ഞിട്ട് ആ ജനാസയെ മറവ് ചെയ്തില്ല. അവരൊരു വീടിന്റെ കട്ടിലിൽ കടത്തി വെച്ചു.
3 മാസം കഴിഞ്ഞിട്ടും അവർ ആ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കാൻ അവർ ശ്രമിച്ചൊരു മുസ്ലിം കുടുംബമാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ ചെയ്യും? ദുർഗന്ധം വമിക്കാതിരിക്കാൻ അവർ പലതും അവിടെ വിതറിക്കൊണ്ടിരുന്നു. അവസാനം പോലീസ് ഇടപെട്ട് അവസാനത്തെ സംസാരത്തിൽ അവർ പറയാ, ഇയാൾ രണ്ടാമതും ജീവിക്കുമെന്ന് ഞങ്ങളോടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇയാളെ മറവ് ചെയ്യേണ്ടതില്ല. ആ കുടുംബത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. കോഴിക്കോട് മുക്കത്താണ് നമ്മൾ കേട്ടത്, കുഞ്ഞ് പ്രസവിച്ചിട്ട് പാല് കൊടുക്കാൻ ഉമ്മ സന്നദ്ധയാകുന്നില്ല. കുട്ടിക്ക് ഇപ്പൊ ഞാൻ പാല് കൊടുക്കൂല, എന്താ പാല് കൊടുക്കാത്തത്? 5 ബാങ്ക് കഴിയാതെ പാല് കൊടുക്കരുത് എന്ന് ഞങ്ങളോടൊരാൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾക്ക് ഒരു പ്രസക്തിയുമില്ല. പ്രമാണങ്ങളാണ് വലുത്, ഖുർആനാണ് വലുത്, ഹദീസാണ് വലുത്, ഇസ്ലാമാണ് വലുത്. അതിനേക്കാൾ വലിയ നിയമങ്ങൾ ആരൊക്കെ വന്ന് പറഞ്ഞാലും അതൊരിക്കലും തന്നെ നമുക്ക് സ്വീകാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഈ 2 കുടുംബത്തിൽ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരോടും പറയാ, നമ്മൾ 2 കുടുംബങ്ങൾ തമ്മിൽ യോജിക്കുന്ന, സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഭിന്നിപ്പുണ്ടാക്കുന്ന, ഫസാദ് ഉണ്ടാക്കുന്ന അസൂയാലുക്കളുടെ എല്ലാവിധ ഷറുകളെയും നമ്മൾ തുരത്തിയെറിയാൻ നമ്മൾ സന്നദ്ധരാവണം. കുടുംബങ്ങളിൽ ലഹരി വിതറുന്ന മക്കളും കുടുംബങ്ങളുമായി മാറുമ്പോൾ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ, ഹാൻഡ് ചുരുട്ടി വെക്കുന്നവർ, പുതിയ പദാർത്ഥങ്ങൾ ഇട്ട് വലിക്കുന്ന ആളുകൾ ഒരു വീടിനകത്തുണ്ടെങ്കിൽ കണ്ണീര് കൊണ്ടല്ലാതെ ആ രാത്രികളിൽ അവർക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. എത്രയോ മനോഹരമായ ദാമ്പത്യങ്ങൾ ചീഞ്ഞു പുകഞ്ഞു നാറുന്നതിന്റെ കാരണം ലഹരിയാണ്. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, 2 കൂട്ടരും ഒത്തൊരുമിക്കണം, സമ്മതിക്കരുത് നമ്മുടെ വീടുകളിൽ അത് കയറി വരാൻ. ലിബറലിസത്തിന്റെ, സ്വതന്ത്രവാദത്തിന്റെ, സ്വതന്ത്ര സെക്സിന്റെ, ആർക്കും എന്തും എപ്പോഴും എങ്ങനെയുമാകാം. ഈ വാദങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ, കുടുംബങ്ങളിൽ വളരാതിരിക്കാൻ അതീവ ശ്രദ്ധയുണ്ടാവണം. മഹല്ലുകാരെ, കുടുംബങ്ങളെ, വിവാഹങ്ങൾ ആഭാസമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ പോലും പോലീസ് വന്ന് ലാത്തി വീശേണ്ടി വരുന്ന ഇസ്ലാമിലെ പവിത്രമായ നിമിഷങ്ങളെ, സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഏറ്റവും നല്ല 2 തലമുറകൾ ഉണ്ടാകാൻ പോകുന്ന ഒരു മഹത്തരമായ നന്മയെ ജനങ്ങൾക്ക് ശല്യമായി, യാത്രക്കാർക്ക്, എയർപോർട്ട് പോകുന്നവർക്ക്, വഴിയിൽ നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് വരെ ഭാരമായി മാറുന്ന ആഭാസ പേക്കൂത്തുകൾ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് കണ്ണൂർ ജില്ലയിലെ മഹല്ലുകാർക്ക് തീരുമാനിക്കാൻ ധൈര്യമുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നമ്മൾ ഉമ്മത്ത് ഏതാ? കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്. മറ്റു മതസ്ഥർ കണ്ടുപഠിക്കേണ്ടത് നമ്മുടെ കല്യാണങ്ങളെയായിരുന്നു. എവിടേക്ക് എത്തിയെന്ന് മനസ്സറിഞ്ഞ് വിഷമത്തോടെ അല്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? JCBയിലും ശവപ്പെട്ടിയിലും ഒക്കെ ആളെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന യുവാക്കളെ നിങ്ങളോട് സ്നേഹത്തോടെ പറയാ, ഒരു കുടുംബത്തിന്റെ കണ്ണീരിലാഴ്ത്തി എത്രയോ കല്യാണ വീട് മരണ വീടാക്കിയിട്ടുണ്ട്, മരണ വീടായിട്ടുണ്ട്. എന്തേ? കല്യാണത്തിന്റെ ആഭാസം. ചെറുപ്പക്കാർ ദീന് പഠിക്കാതെ പോയാൽ, ചെറുപ്പക്കാർ വിവാഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ശക്തമായി വാദിക്കുന്നു, ഇനി കല്യാണം കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സിന് പോകാതെ നീ കല്യാണത്തിന് സമ്മതിക്കരുത്. എന്താണ് കല്യാണം പഠിക്കുന്നത്? അത് പഠിക്കാതെ സിനിമക്കാരൻ കാണിച്ചു കൂട്ടുന്നത്, യൂട്യൂബർ കാണിച്ചു കൂട്ടുന്നത്, ഏതോ റീൽസിൽ കണ്ട 3 മിനിറ്റിന്റെ 30 സെക്കൻഡിന്റെ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ നമ്മളെ കല്യാണത്തിന് വേണമെന്ന് തീരുമാനിക്കുന്നുണ്ടോ? നിന്റെ കുത്തുവാളയം എടുക്കുന്ന അവസാനത്തെ തീരുമാനമാണത്. അതുകൊണ്ട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കണം. ഇസ്ലാമിന്റെ അതീവ സുന്ദരമായ സന്ദേശത്തെ വികൃതമാക്കാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കരുത്. ഈ ഒരു സന്തോഷത്തിന്റെ ഈ ദിനങ്ങളിൽ 2 കുടുംബങ്ങളും തമ്മിൽ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവണം. നല്ല ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് ഉണ്ടാകണം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം. 2 കുടുംബങ്ങളിലും സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന നന്മകളിൽ മുന്നോട്ട് പോകണം. ദീന് പഠിക്കാൻ ഇനിയും അവർ സമയം കണ്ടെത്തണം. കുടുംബത്തിൽ ഇസ്ലാമികമായ ചർച്ചകൾ ഉണ്ടാകണം. വേഷവിധാനങ്ങളിൽ മര്യാദകൾ പാലിക്കാൻ കഴിയണം. ഭക്ഷണത്തിൽ ഹറാമ് കലരാത്ത ജീവിതം ഉണ്ടാകണം. മൊബൈൽ ഫോണുകൾ അടക്കമുള്ള ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയകൾ വരെ യാതൊരു നിലക്കുമുള്ള തെറ്റുകളുടെ അവസ്ഥകൾ കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബം മനോഹരമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദാമ്പത്യ ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഷുഐബിന്റെയും ജുമാനയുടെയും ഒക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതമായ ഉയർന്ന സ്വർഗ്ഗത്തിന്റെ തോപ്പുകൾ അലങ്കരിക്കാൻ പറ്റുന്ന മനോഹരമായ ദാമ്പത്യ ജീവിതം നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളായ നല്ല സന്താനങ്ങളെ അവർക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു വിവാഹ വേളയിൽ നിക്കാഹ് കഴിഞ്ഞാൽ വലിയ സുന്നത്തായ നബി തങ്ങൾ പഠിപ്പിച്ച ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിക്കാൻ ആരും മറന്നു പോകരുത് എന്ന് കൂടെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം സത്യത്തിലും നന്മയിലും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ.